വിരൽ പകുതി മുറിഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഈ മുതലാളിയുടെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ മുതലാളിയുടെ മകന് ഒരു കുഞ്ഞുണ്ടായപ്പോൾ കൃത്യം ആ കുഞ്ഞിൽ ഈ ഇത്രയും വിരലില്ല. ഇനി വേറെ വല്ലതും വേണോ പൂർവ്വശാവെന്ന് പറയാനായിട്ട്? ഇല്ലേ? മുതലാളിയുടെ മകനൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ കറക്റ്റ് ഇത്രയും വിരൽ മുറിഞ്ഞിരിക്കുകയാണ് ജന്മന. ഇപ്പം ഇത് കൃത്യം പൂർവ്വശാപമല്ലേ? എന്താ അതിൻ്റെ കാരണം? അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ശരിക്കും പൂർവ്വശാപം. നിൻ്റെ അപ്പാപ്പൻ അയാളുടെ കൈ വെട്ടി, അതുകൊണ്ട് നിൻ്റെ മോൻ്റെ മോച്ചന് കൈയില്ലാണ്ട് ജനിച്ചേക്കണം, ദൈവം മനഃപൂർവ്വം തന്നതാ. അപ്പോൾ ഇവിടെയാണ് പുതിയ നിയമത്തിലേക്ക് പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞേക്കടെ എന്താ? നീ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നീയും വിധിക്കപ്പെടും. നിന്നോട് അയാളെ ഈ അടയ്ക്കാപിറക്കിയതിന് അയാളെ വിധിക്കാൻ പറഞ്ഞോ? അയാളോട് കരുണ കാണിക്കേണ്ടതായിരുന്നോ? അയാളോട് ക്ഷമിക്കേണ്ടതായിരുന്നോ? ഇപ്പോഴെങ്കിലും ഇനി എന്നെങ്കിലും ഇവനൊരു വീണ്ടും വിചാരം ഉണ്ടാകാൻ ഇപ്പോൾ മനസ്സിലായി. ഇപ്പോഴായിരിക്കും അയാളോട് ക്ഷമിക്കാൻ പറ്റിയിട്ടുള്ളത്. അതായിരിക്കും. വീണ്ടും ചിലർ പറയും ബെനഡിക്റ്റ് അച്ഛൻ്റെ കേസ്, ആ കുടുംബക്കാർക്ക് നിങ്ങൾക്ക് കൂടുതൽ അറിയായിരിക്കും, ഞാൻ കേട്ടേക്കുന്ന ഒരു കാര്യമാണ്. അത് എപ്പോഴും ഞാനിത് പറയുമ്പോൾ ഉടനെ ബെനഡിക്റ്റ് അച്ഛന് ആ ഇഷ്യൂവിൽ പൂർവ്വശാപം കൊണ്ടല്ലേ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പൂർവ്വശാപത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ പൂർവ്വശാപമായിരിക്കും. ഒന്ന് തുമ്മുമ്പഴിക്കും പൂർവ്വശാപമാണെന്ന് തോന്നും. ബാംഗ്ലൂർ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, അവൾക്ക് ചെവിയിൽ ഭയങ്കര വേദനയായപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കണം, അവൾ അമ്മേനെ വിളിച്ച് പറഞ്ഞു. അമ്മ പറഞ്ഞു, ചെവിയിൽ വേദന, ഞാനൊന്ന് കൗൺസിലറെ വിളിച്ചൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്താ കാരണം. ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇതൊരു പൂർവ്വശാപമാണ്, അതിന് ഇന്നിന്ന കാര്യങ്ങൾ പരിഹാരം ചെയ്യണം. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. നമ്മൾ ഏത് പ്ലാനറ്റിലാണ് ജീവിക്കണമെന്ന് വരെ തോന്നിപ്പോകും. അതുപോലത്തെ പരിഹാരങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്നേ? ബെനഡിക്റ്റ് അച്ഛൻ. അപ്പോൾ അവരുടെ ആ കേസിലുണ്ടായിരുന്ന ആളുകൾക്ക് മന്ദബുദ്ധി കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴാണ്, അങ്ങനെയാണോ? മന്ദബുദ്ധി കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ മനസ്സിലായി ഇതൊരു അവരുടെ ഈ പഴയ കേസിൻ്റെ പൂർവ്വശാപമാണ്. ഒരു മിനിറ്റ്. ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവം കരുണ, ഈ ജനിപ്പിക്കുന്ന സൃഷ്ടാവിനെ തൻ്റെ ഇഷ്ടപ്രകാരം ജനിപ്പിച്ചൂടെ? ഈ നല്ല ബുദ്ധിയുള്ള ആൾക്കാരും തോരം പേരുണ്ട്. അവരെത്ര പേര് കർത്താവിൻ്റെ കൂടെ ഉണ്ട്? എന്നാൽ മന്ദബുദ്ധിക്കാരൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു അമ്മച്ചിക്ക് 4 മന്ദബുദ്ധി കുട്ടികളാണ്. അവരൊക്കെ ഇപ്പോൾ യുവാക്കളായി. അപ്പോൾ അമ്മച്ചി, എന്തിനാണ് കർത്താവ് എനിക്ക് ഇങ്ങനത്തെ മക്കളെ തന്നെ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയാണ്, നിനക്ക് 4 മാലാഖമാരെയാണ് തന്നേക്കണേ. അവർ ചെയ്യുന്ന പോലെ, ചിന്തിക്കുന്ന പോലെയുള്ള നന്മ, വിശുദ്ധി അതേ പ്രായത്തിലുള്ള ഏതെങ്കിലും യുവാക്കൾക്കുണ്ടോ? അത് ശരിയാണല്ലോ. അവരുടെ പ്രായത്തിലുള്ള യുവാക്കൾ കള്ളും കുടിച്ച് കമ്പനി അടിച്ച് പലതും ചെയ്ത് നടക്കണം, പാപത്തിൽ ജീവിക്കുന്നു. ഇവർക്ക് പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ ഒരു കുഞ്ഞ് മന്ദബുദ്ധിയോ ഡൗൺ സിൻഡ്രമോ ഓട്ടീസോ അംഗവൈകല്യമുള്ളവരെല്ലാം, അതെല്ലാം ജനിക്കുന്നത് ഒരാളുടെയും ശാപം കൊണ്ടല്ല, മനുഷ്യൻ്റെ ശാപം കൊണ്ട്. സൃഷ്ടാവിൻ്റെ സൃഷ്ടിക്ക് മാറ്റം വരുമോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ സൃഷ്ടാവിനെ കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ? എന്നാൽ സൃഷ്ടാവ് അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കണം എന്തിനാണ്?
അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം നിലനിൽക്കണേ. നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ കർത്താവിൻ്റെ കുറിച്ച് ഇതുപോലെ ചിന്തിക്കുന്നുണ്ടോ? അവൻ അവൻ്റെ കാര്യവും ചിന്തിച്ച് അവൻ ലോകത്തിൽ നടക്കണം. ഒരു മന്ദബുദ്ധി കൊച്ച്, അവന് 25 വയസ്സുള്ള ഒരു കൊച്ച, അവൻ മന്ദബുദ്ധിക്കാർക്ക് വേണ്ടിയുള്ള സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആശ്രമത്തിലാണ് അവൻ ജീവിക്കുന്നത്. അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുത്ത് സിസ്റ്റേഴ്സ് അങ്ങനെ അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഞായറാഴ്ച ദിവസം അവൻ ഇടയ്ക്ക് വീട്ടിൽ വരും. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ആർത്തി. അപ്പം അമ്മ ചോദിച്ചു, നിനക്കെന്താ അവിടെ ഒന്നും കിട്ടണില്ല, നീ ഇതേമാതിരി വലിച്ചു വാരി തിന്നണതാ? ഇല്ല, അവിടെ എനിക്ക് 3 ചപ്പാത്തി രാവിലെ കിട്ടും, എനിക്ക് അത്രയും പോരാ. അപ്പോൾ നിനക്ക് ചോദിച്ചൂടെ? അയ്യോ, ചോദിച്ചാൽ അവർ തരും. അപ്പം എന്താ, അവർ തന്നാൽ വേറെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ കുറവായി പോയാലോ, അവർക്ക് കിട്ടാണ്ടായാലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. അവൻ്റെ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് മന്ദബുദ്ധി കൊച്ചിൻ്റെ ചിന്തയാണ്. നമ്മളാരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? നിങ്ങൾ പറയും. എനിക്ക് തോന്നണില്ല ഞാനങ്ങനെ ചിന്തിക്കുന്നു. എനിക്ക് വിശപ്പ് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കും. നമ്മൾ ആ വിശപ്പ് അടക്കാൻ വേണ്ടി ഇത് ചിന്തനേരത്ത് ബാക്കിയുള്ളവന് കുറവ് വരുമോ, അവരാർക്കെങ്കിലും ഇല്ലാണ്ടാവോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ സ്വന്തം വീട്ടിൽ വരെ നമ്മൾ ചിന്തിക്കാറില്ല. ബാക്കിയുള്ളവർ കഴിച്ചോ, ചിന്തിക്കാറില്ല നമ്മൾ. ഞാനിങ്ങനെ ഭക്ഷണത്തിലിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഡോക്ടറാണ്, ഒരു ഡോക്ടർ, ക്വാളിഫൈഡ് ഡോക്ടർ. ഇറച്ചിക്കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുക്കാമെന്ന് വിചാരിക്കും. അവൾ അതിനകത്തുള്ള എല്ലാ കഷ്ണവും കോരിയെടുത്ത്. ഞാൻ ചെറിയൊരു കാര്യം പറയണം. എൻ്റെ അകത്ത് ഞാനൊന്നും വേണ്ടിയൊന്നുമില്ല, ഞാൻ പറഞ്ഞത് മതി. പക്ഷെ എന്നാലും എൻ്റെ അകത്ത് അത് രജിസ്റ്ററായി. ഇവള് എന്ത് ഡോക്ടറാവും പഠിച്ചത്? ഒരു സാമാന്യ മര്യാദയല്ലേ? ഇപ്പോൾ ഒരു 10 ഇറച്ചി കഷ്ണം അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ബാക്കി ഇവിടെ 3-4 പേര് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അത് മുഴുവൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് നല്ല ബുദ്ധി. ഏത് വലിയ ഡോക്ടർ എൻജിനീയറൊക്കെ ആയിക്കഴിഞ്ഞാലത്തെ ബുദ്ധി ഇത്രേ ഉള്ളൂ. സത്യം പറയുകയാണെങ്കിൽ കുറേ മന്ദബുദ്ധിക്കാരാണ് ഈ കർത്താവിൻ്റെ കൂട്ടുകാർ. നമ്മൾ നല്ല സ്ട്രോങ് ബുദ്ധിയുള്ളവരൊക്കെ അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണ്. മന്ദബുദ്ധിയോ അംഗവൈകല്യമോ ഓട്ടിസമോ ഒരിക്കലും ഒരു ശാപമല്ല. ദൈവം പ്രത്യേകമായിട്ട് അവരെ സൃഷ്ടിക്കുന്നതാണ്. അവരുടെ ആത്മാവിന് വല്ല കുഴപ്പമുണ്ടോ? അവരുടെ ആത്മാവ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പവിത്രവും നിർമ്മലവും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മാത്രം. ഈ ചപ്പാത്തി കാര്യം പറഞ്ഞവൻ എല്ലാ ദിവസവും കുർബാന പോകും. എല്ലാ ദിവസവും അവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവൻ കുർബാനയ്ക്ക് പോകും. വീട്ടുകാർ പറയും, ഇല്ല മോനെ ഇന്ന് മഴയാണ്. ഇല്ല എനിക്ക് ചെല്ലടുത്ത് പോകണമെന്ന് പറയും. മഴയാണ്, ഇന്ന് നീ പോകണ്ടെന്ന് പറഞ്ഞാലും അവൻ പോകും. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇനി വിചാരിക്കും, എന്തുകൊണ്ടാണ് ഈ ബെനഡിക്റ്റ് അച്ഛൻ്റെ കേസിൽ ആ കുടുംബത്തിൽ ഈ മന്ദബുദ്ധി പറഞ്ഞപ്പോഴാണ് ആ കുടുംബത്തിന് ഐശ്വര്യം വന്നത്. ആ മന്ദബുദ്ധി കുട്ടികൾ ഒരു മാലാഖമാരെ പോലെ അവരുടെ കണ്ണ് തെളിയിച്ചു. അപ്പോഴാണ് അവർ അവിടെ പോയി ക്ഷമ ചോദിച്ചത്. അങ്ങനെ ചിന്തിച്ചൂടെ? ശാപമാണോ അത്? അപ്പം നമ്മുടെ കണക്ക് കൂട്ടൽ മാതിരി അല്ല. സൃഷ്ടാവായ ദൈവം എന്തിനെ സൃഷ്ടിക്കുന്നുവോ അത് സൃഷ്ടാവ് അറിഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിക്കുന്നത്, അതിൽ നന്മ കണ്ടുകൊണ്ട് തന്നെ സൃഷ്ടിക്കുന്നത്. അത് മന്ദബുദ്ധിക്കാരാകാം, ഓട്ടിസമുള്ളവരാകാം, അംഗവൈകല്യമുള്ളവരാകാം. മദർ തെരേസയുടെ ശിശുഭവനിൽ ചെല്ലുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഞാനവിടെ പോകുമ്പോഴൊക്കെ ഈ ശിശുഭവൻ കാണാൻ പോകും. കാരണം എനിക്ക് അവിടെ കാണുന്നത് സൃഷ്ടാവിൻ്റെ കരവേലയാണ്. സൃഷ്ടാവിൻ്റെ കരവേലയിൽ ഒരു കുഞ്ഞു കൊച്ച്, ശരീരം കൊച്ചാണ്, അതിൻ്റെ തല അതിൻ്റെ ശരീരത്തെക്കാളും 2 മടങ്ങ് വലുത്. നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ കാണുമ്പോൾ സൃഷ്ടാവിനെ ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് അങ്ങ് വാഴ്ത്തുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ കാണുകയാണ്, അവിടെ ഒരു പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, 1 മിനിറ്റ്, ഞാൻ ഒരു ഒരു ഫാമിലി വന്നേക്കണം, പേപ്പർ വർക്ക് ചെയ്യാണ്, അതുകൊണ്ട് ബ്രദർ ചേർ ഇവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ
എന്തിനാ? ആരെ അഡോപ്റ്റ് ചെയ്യാൻ? ഈ മന്ദൻ തലയുള്ള ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ അമേരിക്കയിൽ നിന്ന് ഒരു ഫാമിലി വന്നേക്കണം. അവർക്ക് ആ കുഞ്ഞ് മതി. എന്താ കർത്താവിൻ്റെ പരിപാലനം നോക്കി. അവർക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോകണം. അവരാ കുഞ്ഞിനെ അതിൽ ദൈവത്തെ കാണുന്നു. ഇങ്ങനെയാണ് ഓരോരുത്തരും ഈ അംഗവൈകല്യമുള്ള കുട്ടികളെ വരെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവർ ആ കുഞ്ഞിനെ സ്നേഹിച്ച് രക്ഷിച്ച് അതിന് വേണ്ടതായ എല്ലാ അഡ്വാൻസ്ഡ് മെഡിക്കൽ എയ്ഡുകളെല്ലാം കൊടുത്ത് അവരെ ആ കുഞ്ഞിനെ ദൈവത്തെ പോലെ നോക്കുന്നു. അപ്പോൾ നമ്മളിൽ കിടക്കുന്ന ഒരു വലിയ തെറ്റായിട്ടുള്ള ബോധ്യമാണ് ഈ അംഗവൈകല്യങ്ങളെല്ലാം ശാപമാണ്. അതൊരിക്കലുമല്ല. സൃഷ്ടാവായ ദൈവം തൻ്റെ വിസ്മരണീയമായ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒരുപാട് ഇങ്ങനെ അംഗവൈകല്യമുള്ള കുട്ടികൾ, വളർന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവരിലുള്ള പ്രസാദപരവും അവരിലുള്ള കരുണയും അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല, പക്ഷെ അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ആ ദൈവത്തെക്കുറിച്ച് ആ അങ്ങനെ ഒരുപാട് സംഘങ്ങൾ ഇവരൊക്കെ നയിക്കുന്ന പിശാചിനെ പറ്റി കാര്യം പറയുമ്പോൾ അവര് ദൈവം പറഞ്ഞു കേട്ടാണ് ഇപ്പോൾ മാലാഖമാരെ പുറത്താക്കി അങ്ങനെ പിശാചിനെ മറ്റൊരു വശത്ത് മാലാഖമാരുടെ കാര്യം സാറ് പറഞ്ഞു. അതായത് ഈ മാലാഖമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ മാലാഖമാർ എപ്പോഴും ഈശോയുടെ കൂടെ നിൽക്കുന്ന കൂടെ ഉള്ള ഈശോ എന്ത് പറഞ്ഞു, ദൈവം എന്ത് പറഞ്ഞു അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. പിന്നെ അപ്പോൾ അവർ എന്ത് തരം തെറ്റ് ചെയ്തിട്ട് അപ്പോൾ അവർ കുറച്ചൊരു പിശാചായിരുന്നു. കാരണം ആ പിശാചിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത് പാപം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരെന്ത് തെറ്റ് ചെയ്ത് അങ്ങനെ തെറ്റ് ചെയ്യൂ പിശാച്. കാരണം ഇപ്പോൾ നമ്മുടെ ഈ ലോകത്തിനൊരു തിന്മ ഉണ്ടാകുന്നത് ദൈവം അനുസരിച്ചിട്ടായാലും പിശാചിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈശോ നിഷേധിച്ച് രൂപപ്പെടും. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? പിശാച് എന്തുകൊണ്ട് തെറ്റ് ചെയ്തു? അതാണ് ചോദ്യം. തെറ്റ് ചെയ്തു പിശാച് ഒരിക്കലും ദൈവം പറഞ്ഞിട്ടൊന്നും ചെയ്യില്ലല്ലോ. അതാണ് മാലാഖമാര്. അങ്ങനെ ഈ മാലാഖമാര് തന്നെ പിശാച്. അപ്പൊ സാധാരണ പറയും ചെയ്തു ഇത് മാലാഖമാര് ഈശോ പറഞ്ഞു ദൈവം പറഞ്ഞിട്ടൊന്നും ചെയ്യില്ല. മറ്റു സ്ഥലത്ത് പറയും ചെയ്തു അവർ പറയാണ്ട് പറഞ്ഞു കേട്ട് അതുകൊണ്ടാണ് ആയത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്ത് തെറ്റാണ്? വെരി ഗുഡ്. അപ്പോൾ എന്താണ്, അതായത് എങ്ങനെയാണ് പിശാച് ഉണ്ടായെന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം. പിശാച് ഉണ്ടായത് മാലാഖമാരുടെ പതനത്തിൽ നിന്നാണ്. മാലാഖമാരുടെ പതനത്തിൽ നിന്ന്. നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാം. മാലാഖമാരുടെ പതനം. തുറന്നപ്പോൾ തന്നെ കിട്ടിയതാണ്. നമ്പർ പറയാം. ഞാനത് ഒരുപാട് വലിയ ടോപ്പിക്കാണ്. ഇപ്പം മുഴുവനും മാലാഖമാർ 328 മാലാഖമാർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന അരൂപികളും അശരീരികളുമായ സൃഷ്ടികൾ ഉണ്ടെന്ന് വിശ്വാസത്തിലൊരു സത്യമാണ്. ഇക്കാര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥ സാക്ഷ്യമുണ്ട്. ആരാണവർ? വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു, മാലാഖ എന്നത് അവരുടെ പ്രകൃതിയെ അല്ല ധർമ്മത്തെയാണ് ധ്വനിപ്പിക്കുന്നത്. അവരുടെ പ്രകൃതിയുടെ നാമധേയം എന്താണെന്ന് ചോദിച്ചാൽ അത് അരൂപിയാണെന്ന് മറുപടി. അവരുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അവർ മാലാഖയാണെന്ന് മറുപടി. അങ്ങനെ പ്രകൃതി പരിഗണിച്ചാൽ അരൂപികളും ധർമ്മം പരിഗണിച്ചാൽ മാലാഖമാരുമാണ് അവർ. മാലാഖമാർ അവരുടെ ഉണ്മയിൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം അവർ സദാ ദർശിക്കുന്നതിൽ അവിടുത്തെ ആജ്ഞയുടെ സ്വരമനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണവർ. ക്രിസ്തു തൻ്റെ സർവ്വമാലാഖമാരോടൊത്ത് വരും. മാലാഖമാരുടെ പതനം. മാലാഖമാർ സഭാജീവിതത്തിൽ ശാബത്ത്
മനുഷ്യൻ, ശരീരം, മനുഷ്യൻ പർദീസായി, പാപം, ഉദ്ഭവപാപം, മനുഷ്യൻ്റെ മാലാഖമാരുടെ പതനം. ശ്രദ്ധിക്കണം. 390 പതന വിവരം മനസ്സിലാക്കേണ്ട വിധം. പതന വിവരണത്തിൽ ഉൽപ്പത്തി 3-ാം അധ്യായം ആലങ്കാരിക ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും മാനവചരിത്രത്തിൻ്റെ തുടക്കത്തിൽ നടന്ന, ഇത് മനുഷ്യൻ്റെ പതനമാണ്, ഒരു പുരാതന സംഭവത്തെ അത് ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ ആദി മാതാപിതാക്കന്മാർ സ്വതന്ത്രമായി ചെയ്ത ആദ്യ പാപം മാനവചരിത്രത്തിന് മുഴുവൻ ക്ഷതമേൽപ്പിച്ചുവെന്ന് വെളിപാട് നമുക്ക് വിശ്വാസപരമായി സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. മാലാഖമാരുടെ പതനം ദൈവഹിതത്തിനെതിരെ നമ്മുടെ ആദി പിതാക്കന്മാർ എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായ ഒരു സ്വരം അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയാകലുഷമായ ഒരു സ്വരം പതിയിരുന്നു. വിശുദ്ധ ലിഖിതം സഭാ പാരമ്പര്യവും ഈ സ്വരത്തിന് ഹേതുവായ യാഥാർത്ഥ്യത്തിൽ നിബന്ധിച്ച മാലാഖയെ തിരിച്ചറിയുന്നു. സാത്താൻ, പിശാച് എന്നീ പേരുകളിൽ അവൻ അറിയപ്പെടുന്നു. നിബന്ധിച്ച മാലാഖ. അവൻ ആദ്യം ദൈവസൃഷ്ടിയായ ഒരു നല്ല മാലാഖ ആയിരുന്നുവെന്ന് വേണം സഭാപ്രബോധനം. പിശാച് മറ്റു ദുർഭൂതങ്ങളും പ്രകൃത്യാ നല്ലവരായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. എങ്കിലും അവർ സ്വയം ദുഷ്ടരായിത്തീർന്നു. ഈ മാലാഖമാരുടെ പാപത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നുണ്ട്. മൗലികമായും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലും ദൈവത്തെ അവിടുത്തെ ഭരണത്തെയും നിരാകരിച്ച് സൃഷ്ടികളായ അരൂപികളുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലുമാണ് മാലാഖമാരുടെ പതനം അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ആദി മാതാപിതാക്കന്മാരോട് പ്രലോഭകൻ പറഞ്ഞ വാക്കുകളിൽ ആ നിഷേധത്തിൻ്റെ അലയടി നാം കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. പിശാച് ആദ്യം മുതലേ പാപം ചെയ്തു. അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിൻ്റെ കുറവല്ല, പ്രത്യുത മാലാഖമാരുടെ തീരുമാനത്തിൻ്റെ തിരുത്താനാവാത്ത സ്വഭാവമാണ് അവരുടെ പാപത്തെ അക്ഷന്തവ്യമാക്കുന്നത്. ശ്രദ്ധിക്കണം. അടുത്ത സെൻറ്റൻസ്. മരണശേഷം മനുഷ്യർക്ക് മനസ്താപം സാധ്യമല്ലാത്തതുപോലെ പതനശേഷം മാലാഖമാർക്കും മനസ്താപം സാധ്യമല്ല. ഇപ്പോൾ എന്താ പേര് പറഞ്ഞത്? സെയിഞ്ചൻ പറയുന്നൊരു പോയിന്റിനെ നമ്മൾ അല്പം കൂടി ഇങ്ങനെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞു, സ്വർഗത്തിലെ പോലെ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ. അപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള മാലാഖമാർ ദൈവഹിതം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് അവർ ദൈവഹിതം ചെയ്യുന്നില്ലെങ്കിൽ അവരോടൊപ്പം അവർ പിന്നെ സ്വർഗത്തിലല്ല. മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലാക്കണം. സ്വർഗത്തിലെ പോലെ. അപ്പോൾ മാലാഖമാർ ദൈവഹിതം അനുസരിക്കുന്നില്ലെങ്കിൽ അവർ പിന്നെ സ്വർഗത്തിലല്ല. അവർ ഓൾറെഡി ഫാളണായി. പിന്നെ അവർക്ക് തിരിച്ചു വരാനും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മരണശേഷം മനുഷ്യർക്ക് മനസ്താപം പറ്റാത്തതുപോലെ പതനശേഷം മാലാഖമാർക്കും തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ആർഗ്യുമെൻ്റ്, അല്ലെങ്കിൽ പാപം എവിടെ നിന്നുണ്ടായി എന്നുള്ള ആ സംവാദം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ആർഗ്യുമെൻ്റ് ചെന്ന് എത്തുന്നത് അവസാനം എന്തുകൊണ്ട് മാലാഖമാർ പാപം ചെയ്തു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഫൈനൽ പോയിന്റ്. അപ്പോൾ മാലാഖമാർക്കും ഒരു ഫ്രീ വില്ല് ഉണ്ടായിരുന്നു. ഫ്രീ വില്ല് അവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ വഞ്ചനാത്മകമായ അതാ ഒരു ആശയം വരുന്നത് ഇതാണ്. ഇത് ആക്ച്വലി ഒരുപാട് പഠനങ്ങൾ ഇതിനെക്കുറിച്ചുള്ളതാണ്.
ഞാനത് ഒന്ന് ഓർക്കട്ടെ കേട്ടോ. വഞ്ചനാത്മകമായ ഒരു ചതി ആണ് അവർ ചെയ്തത്. വാസ്തവത്തിൽ അതാണ് നമ്മൾ കുർബാനയിൽ എന്താണ് സ്ഥാപക വചനം പറയുന്നതിൽ ആരംഭിക്കുന്നത്, എന്ത് പറഞ്ഞിട്ടാണ് സ്ഥാപക വചനം ആരംഭിക്കുന്നത് കുർബാനയിൽ? അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, അവൻ വഞ്ചിക്കപ്പെട്ട രാത്രിയിൽ. യേശു പീഡ സഹിച്ച് നേടിയെടുത്തതിൻ്റെ പിന്നിൽ എന്താണ് യേശു നേടിയെടുത്തത്? യേശു പിശാചിലൂടെ വന്ന വഞ്ചനയുടെ മേൽ വിജയം സ്ഥാപിച്ചു. അപ്പോൾ അതിലാണ് യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, വഞ്ചനയുടെ മേൽ വിജയം സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്കും ജീവിതത്തിൽ എന്നെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആരെങ്കിലും വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥ നമുക്കുണ്ടാകും. ആ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലാണ് ഭയാനകമായ വേദന ഉണ്ടാകുന്ന ആ അവസ്ഥയിലാണ് ക്രിസ്തുവിൻ്റെ രക്ഷയുടെ വലിയ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവത്തിൽ ഏറ്റവും വലുത് തന്നെ വഞ്ചിച്ചവരെ അവൻ സ്നേഹിച്ചു. വഞ്ചിക്കാൻ പോകുന്നതിന് മുമ്പ് യൂദാസ് അവിടെ വന്നിരിക്കുകയാണ്. കർത്താവിനറിയാം അവനെ തനിക്ക് വേണ്ടി 30 വെള്ളിക്കാശ് വാങ്ങിയിട്ടാണ് അവൻ വന്നേക്കണത്. കർത്താവിനറിയാം, കർത്താവിനറിയാം അവൻ കാശ് മേടിച്ചാൽ വന്നേക്കണം. അവനെ പിടിച്ച് കുരയ്ക്കൻ പിടിച്ച് നിർത്തി കാശ് മേടിച്ച് അവനെ വിടണ്ട ആയിരുന്നോ? കർത്താവിനെ ചെയ്തുകൂടെ അത്? പക്ഷെ ഇല്ല, അവൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഡയറക്ഷനിൽ. ഈ മാലാഖമാരുടെ വഞ്ചനയുടെ ആ വഞ്ചിച്ച മാലാഖമാർ തന്നെയാണ് ഇവനിലൂടെയും പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്നത്. ആ മാലാഖമാരുടെ വഞ്ചന ഞാനിപ്പോൾ കീഴടക്കാൻ പോവുകയാണ്. എങ്ങനെയാ? സ്നേഹിത വരുവിൻ, ഈ താലത്തിൽ അപ്പം മുക്കി കഴിക്കുവിൻ. അതുകൊണ്ടാണ് നമ്മൾ പെസഹ വ്യാഴാഴ്ച നമ്മൾ വീടുകളിൽ പാല് കാച്ചി വീട്ടുകാരപ്പം മുക്കി, അടുത്തുള്ള വീട്ടുകാരും നമ്മൾക്ക് അന്ന് വരെ എന്തെങ്കിലും നമ്മളുടെ മനപ്രയാസം ഉണ്ടെങ്കിൽ ഇതിൽ അവസാനിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇനി നീ പോയി ചെയ്യാനുള്ളത് ചെയ്യുക. അപ്പോൾ പിശാച് അവൻ്റെ ഉള്ളിൽ കയറി. ഇനി ഈ പിശാചിൻ്റെ ഏറ്റവും വലിയ വഞ്ചന യേശുവിൻ്റെ മേൽ നടക്കുന്ന സമയത്തെല്ലാം യേശു ആത്മാവിലൂടെ ലോകം മുഴുവനിലേക്കും കൃപ ഒഴുക്കിക്കൊണ്ട് ലോകം മുഴുവനിലും പിശാചിനിലൂടെ ഉണ്ടാകാവുന്ന എല്ലാ വഞ്ചനയ്ക്കും പരിഹാരം ചെയ്ത് കഴിച്ചു. അപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മാലാഖമാരുടെ വഞ്ചനയായിരുന്നു വേണ്ടിയിരുന്നത്. എന്തിന്? ഈ ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെടുത്തുന്നതിന്. മാലാഖമാരുടെ ആ വഞ്ചന മൂലമാണ് അവർ ആദത്തെയും ഹവ്വയെയും വഞ്ചിച്ചു, ആദവും ഹവ്വയും ദൈവത്തെ വഞ്ചിച്ചു. അങ്ങനെ നമ്മൾ ഈ സാൽവേഷൻ പ്ലാനിൽ മുഴുവനും ഒരു വഞ്ചനയുടെ ഒരു ത്രെഡ് കാണാം, ഇല്ലേ? വഞ്ചനയുടെ ഒരു ത്രെഡ് കാണാം. റബേക്ക ഗർഭിണിയായിരിക്കുമ്പോൾ കർത്താവ് തന്നെ റബേക്കയോട് പറയാണ്, ഇവൻ നിന്റെ ഗർഭത്തിൽ ടു നേഷൻസ്, 2 രാജ്യമാണ്. അതിൽ ഇളയവൻ മൂത്തവനെ വഞ്ചിക്കും. വഞ്ചിക്കും എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ജന്മാവകാശം എടുക്കും. എന്നിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ടി ഇസഹാക്ക് വയസ്സായി കഴിഞ്ഞ് മരിക്കാറായി കഴിഞ്ഞപ്പോൾ ഉടനെ ഇസഹാക്ക് ഏസാവിനെ വിളിച്ചു പറയാം, നീ പോയിട്ട് ഒക്കെ ഉണ്ടായി കൊണ്ടുപോകാൻ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ റബേക്കയ്ക്ക് അരുളപ്പാടുണ്ടായില്ല. ഇപ്പോഴാണ് ഇവിടെ ഏസാവ് അല്ല
യാക്കോബ് അതെടുക്കണം. കണ്ടോ, ഒരു വഞ്ചന. ഈ വഞ്ചന അവസാനം ജയിക്കണ എവിടെയാ? അവസാനം ആ ഉൽപ്പത്തിയിൽ തന്നെ അവസാനം യാക്കോബ് ഓടിപ്പോയി. അവസാനമായ യാക്കോബ് തിരിച്ചു വരികയാണ്. ആരുമായിട്ട്? ഈ ഏസാവുമായിട്ട് ഒന്നാകുന്ന ഒരനുഭവം. അങ്ങനെ യാക്കോബ് തിരിച്ചു വരുമ്പോൾ യാക്കോബുമായിട്ടൊരു മല്ലയുദ്ധം നടക്കുകയാണ്. അവസാനം കർത്താവ് യാക്കോബിനോട് പറയാണ്, കണ്ടോ, അവൻ പുതിയ സൃഷ്ടിയായി, അവൻ്റെ പേര് മാറ്റി. യാക്കോബ് നല്ലായി, ഇനി നിൻ്റെ പേര്, നീ ദൈവവും മനുഷ്യനുമായി മല്ലിട്ട് ജയിച്ചിരിക്കുന്നു, ഇനി നിൻ്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. അങ്ങനെ ഇവൻ അക്കരയ്ക്ക് പോകുമ്പോൾ അവൻ 7 പ്രാവശ്യം ഏസാവിൻ്റെ മുമ്പിൽ താണു വണങ്ങി ചെന്ന് ഏസാവിനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ഇപ്പോൾ വഞ്ചന വിജയിച്ചോ? മനസ്സിലായോ? അതാണ് ദൈവരാജ്യം. ഈ സകല വഞ്ചനയും മാറി അവർ ഭയങ്കര സ്നേഹത്തിലാകുന്ന ഒരവസ്ഥ. അപ്പോൾ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുന്നതിൽ ഉള്ള ശക്തിയോ വഞ്ചിച്ചവനെ സ്നേഹിക്കുന്നതിലുള്ള ശക്തിയോ? ഏതാ വലിയ ശക്തി? അപ്പോൾ ഇതാണ് ആ ഉത്ഭവപാപത്തിന് കാരണമായ പിശാചുക്കളെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ദൈവത്തിന് അതിശക്തമായ ആ അവസാനം മാലാഖമാരുടെ അകമ്പടിയോടെ ക്രിസ്തുരാജൻ വരുമ്പോഴാണ് അതിൻ്റെ വിജയം. ഇനി നമ്മൾ ഈ ബ്ലാക്ക് മാസ്, ആ മാസ്, ഈ മാസ് എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഒന്നും ദൈവരാജ്യത്തിന് ഒന്നും ഉണ്ടാകാൻ പോണില്ല. നമ്മൾ ഈ പിശാച് വലിയ ആളാണെന്ന് ഉദ്ദേശിക്കുന്നുകൊണ്ടാണ് ഈ കിടക്കുന്നത്. ആരെന്തൊക്കെ മാസ് നടത്തിയാലും ദൈവരാജ്യത്തിൻ്റെ സനാതന ശക്തിക്ക് ഒരു തോണ്ടാൻ പറ്റുമോ? ഇതിനെ പറയും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ്? ദൈവത്തിൻ്റെ സർവാധിപ ശക്തിയുടെ മുമ്പിൽ ഇതൊക്കെ വെറും കാറ്റിൽ പറത്തുന്ന ധൂളി പോലെ ഞാനവയെ പൊടിച്ചു, തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു. കാറ്റിൽ പറത്തുന്ന ധൂളി പോലെയാണ്. നമ്മൾ ഈ ബ്ലാക്ക് മാസിൻ്റെ പുറകെ പ്രാർത്ഥിക്കാൻ നടക്കണ്ട. കർത്താവിനറിയാം നമ്മൾ ഇത്ര വലിയ ആൾക്കാരാവണം എന്തിനാ കർത്താവിനേക്കാളും. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് മാസുകാരുടെ അടുത്ത് പോകാനായിട്ടോ അവർ ചെയ്യണം. അതൊന്നുമില്ല. നിങ്ങൾ കരുണയുള്ളവരാകും, മനുഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളിതൊക്കെ വേറൊരു ഡയറക്ഷനിലാണ് ചിന്തിക്കരുത്. പിശാചിന് ഭയങ്കര ഒരു ബ്ലാക്ക് മാസ് നടത്തി, ഭയങ്കര അവഹേളനം നടത്തി. അവഹേളിക്കപ്പെടുമ്പോൾ മഹത്വപ്പെടുന്നു. അതാണ് ക്രിസ്തു. യെസ്. അടുത്ത് അടുത്ത് വന്ന് ചോദിക്കും. ഇയാൾക്ക് വേണ്ടി അല്ല ചോദിക്കുന്നത്. ഒന്ന് ചോദ്യം ഉച്ചത്തിൽ പറഞ്ഞു. എന്താണാവോ? ഈ തോമസ് പോൾ സാറിനെ കുറിച്ച് ഒന്ന് അറിയണം, വന്ന വഴികളെ കുറിച്ച് അറിയണം, കുടുംബത്തെക്കുറിച്ച് അറിയണം എന്നൊക്കെ ഒരാൾ ചോദിക്കാനായിട്ട്. തോമസ് പോൾ സാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ 40 വയസ്സുള്ളപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത്. എനിക്ക് ഭാര്യയും 2 കുട്ടികളുണ്ട്. അന്ന് ബോംബെയിൽ വെച്ച് ഇങ്ങനെ അവിടെ ജീവിക്കുമ്പോഴാണ്. അതിനുശേഷം ഫുൾ ടൈം കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിക്കഴിഞ്ഞു. വളരെ ബുദ്ധിമുട്ടി. കുട്ടികളെയൊക്കെ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അതിപ്പോൾ പറയണത് വലിയ ഒരു അത്ര നല്ലതായിരിക്കില്ല അതൊക്കെ പറയണത്. എങ്കിലും ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ കഠിനമായി കഷ്ടപ്പെടാണ്ട് ഇതിനകത്ത് മുന്നേറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായ സഹനത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നു. അത് കഴിഞ്ഞ് ഉത്തരേന്ത്യയിലാണ് ഈ സുവിശേഷ വേല ആരംഭിച്ചത്. ഹിന്ദിയിലാണ് ആദ്യം ധ്യാനങ്ങൾ നടത്താൻ തുടങ്ങിയത്. ഹിന്ദി എനിക്കിങ്ങനെ പറയുമ്പോൾ ഒരു വലിയ അഭിഷേകമാണ്. ഹിന്ദി ഞാൻ സാധാരണ നമ്മൾ നാട്ടിൽ പഠിച്ചേക്കണ ഹിന്ദിക്ക് എന്നും എനിക്ക് കുറച്ച് മാർക്കേ കിട്ടിയിട്ടുള്ളൂ. എനിക്കറിയാം 35 മാർക്കിൽ കൂടുതൽ, മിനിമം മാർക്കിൽ കൂടുതൽ ഒരിക്കലും എനിക്ക് ഹിന്ദിയിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഒരിക്കൽ അവിടെ ഒരു സമൂഹത്തോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ താനെ ഹിന്ദിയിൽ അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. വലിയൊരു അത്ഭുതമായിരുന്നു അത്.
അതിനെ തുടർന്ന് ഹിന്ദിക്കാരുടെ ഇടയിൽ ഭയങ്കര വലിയ ഒരു ഇത് ഹിന്ദിയിൽ പറഞ്ഞതോ അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ എൻ്റെ ഹിന്ദി. അപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറഞ്ഞപ്പോൾ ഇതാണല്ലോ അഭിഷേകം. അപ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നി? ഇത് എന്തോ അസുഖമായിരണമായി തോന്നി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അരേ ഭായ് സാബ് ആപ്കോ ക്യാ ഹോ ഗയാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, കുച്ച് നഹി ഹുവാ ഹൈ, മുझे പ്രഭു ഈസാ മസീഹ് കാ അനുഭവം ഹുവാ. എനിക്ക് കർത്താവ് ഈശോ മിശിഹായുടെ അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പുറയിൽ വേറൊരാൾ നിൽക്കണ്ടായിരുന്നു. അപ്പം ഇവൻ ചോദിച്ചു, ഓ ക്യാ ഹോത്തായേ, ഓ കോനെ ഈസാ മസീഹ് കോനെ എന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോ മിശിഹ ആരാണ്? അപ്പോൾ അവൻ മറ്റവന് എന്തോ മനസ്സിലായി. അവൻ പറഞ്ഞു, അരേ ഓ തോ ഈസായിയോं का भगवान है, हमारे साथ कोई संबंध नहीं है. ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്, നമ്മളുമായിട്ടൊരു ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് ഇയാളെ വിടും. ഇത് കേട്ടപ്പോൾ എനിക്ക് പറഞ്ഞല്ലോ ഒരു ചൊടിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഒരു പോസിറ്റീവായിട്ടൊരു എനർജി എൻ്റെ അകത്ത് വന്നു. ഞാൻ ഉടനെ പറയാൻ തുടങ്ങി, അരേ ഭായ് ഐസാ മത് ബോലോ, പ്രഭു ഈസാ മസീഹ് ഈസായിയോं का निजी संपत्ति नहीं है. കർത്താവ് ഈശോ മിശിഹ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഈസാ മസീഹ് ജബ് പ്രഭു संसार में आया तब कोई ईसाई नहीं था. ക്രിസ്ത്യാനികൾ ആരും ഉണ്ടായില്ല എന്ന്. फिर वो किसके लिए आया? आप हिंदू हो, मुसलमान हो, सिख, पंजाबी, पारसी हो, आप सबों के लिए प्रभु ईसा मसीह आया है. എനിക്ക് തന്നെ മനസ്സിലാവണ്ട, ഇതാരാ പറയണേ? അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് പറയാണ്. അങ്ങനെ കുറേ സമയം അങ്ങ് പറഞ്ഞു, അതും ഹിന്ദിയിൽ തന്നെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ജബൽപൂർ കട്നി ഭാഗത്തൊരു സ്ഥലത്താണ് ഞാൻ പോയി ഇറങ്ങേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വെൽക്കം ചെയ്യാൻ എൻ്റെ എൻജിനീയേഴ്സ് ഉണ്ടായിരുന്നു. അവർ വന്നപ്പോൾ അവരുടെ കൂടെ ഒരു അച്ഛനും വന്നേക്കണം. അപ്പോൾ ഇതൊരു നിമിത്തമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ മുട്ടുകുത്തിയിട്ട് അച്ഛ എനിക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഭാഷാപരത്തിൽ സ്തുതിക്കേണ്ടപ്പോൾ അച്ഛനും ആകെ പ്രശ്നം, ഇതെന്താണ് ഇയാൾക്ക് സംഭവിച്ചത്? അവസാനം എന്നെ അച്ഛൻ്റെ ആ സ്ഥലത്ത് ഈ ഫാക്ടറിയുടെ അടുത്ത് തന്നെയുള്ള പള്ളിയിൽ എന്നെ കൊണ്ടുപോയി. ആദ്യം അച്ഛൻ്റെ മുറിയിൽ കൊണ്ടുപോയി. അപ്പോൾ അച്ഛൻ അവിടെ ചെന്നപ്പോൾ ആദ്യം ഞാൻ പള്ളിയിൽ ചെന്നു, ആ സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തി. അപ്പോഴേ അതൊരു മധുരമായൊരു ഓർമ്മയാണ് കേട്ടോ. അത് കുറേ വർഷം മുമ്പ്, മേ ബി അതിനൊരു 5 വർഷം മുമ്പാട്ടെ, ഈ ഭാഗത്തു നിന്ന് ആരോ അന്ന് ബോംബെയിൽ വന്ന് പള്ളിപ്പണിക്ക് പിരിവ് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ അച്ഛൻ 5 വർഷം മുമ്പ് പള്ളിപ്പണിക്ക് പിരിവിന് ബോംബെയിൽ വന്നിട്ടുണ്ടോ? ആ വന്നായിരുന്നു. ഓ, ഞാൻ പറഞ്ഞു, അന്ന് എൻ്റെ മേലൊക്കെ കൊടുത്തിരിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ആ പള്ളിയിലെ സക്രാരി എൻ്റെ മകനായിട്ട് ഞാൻ സക്രാരിക്ക് വേണ്ടി കുറച്ച് കാശ് കൊടുത്തു. ഓ, മനസ്സിലായോ? ആ പള്ളി പണിയുമ്പോൾ അതിനകത്ത് സക്രാരി എൻ്റെ മകനായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതിന് വേണ്ട കാശ് അന്ന് ആ അച്ഛന് കൊടുത്തായിരുന്നു. അച്ഛനത് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ ഓർക്കുമ്പോഴാണ്, അപ്പോൾ എനിക്ക് ശരിക്കും ആ സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ എന്നെ അത് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടോ, കർത്താവിൻ്റെ ഒരു പരിപാലനയുടെ ഭാഗം. എനിവേ, അത് കഴിഞ്ഞ് അവിടെ ഞാൻ മിക്കവാറും അച്ഛൻ്റെ അവിടെ തന്നെ ആയി കിടപ്പും ഉറപ്പും ഒക്കെ. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ മോട്ടോർ സൈക്കിളിൽ അവിടെ ഇവിടെയൊക്കെ പോകും, ഓരോ ഗ്രാമങ്ങളിലൊക്കെ പോകും. ഞാനിങ്ങനെ വചനം പറയാൻ തുടങ്ങി. അച്ഛനെ എൻ്റെ അടുത്തിരിക്കും. അച്ഛന് ഭയങ്കര മതിപ്പായി. അങ്ങനെ അച്ഛൻ എന്നെ പൊക്കിക്കൊണ്ട് നടക്കുകയാണല്ലോ അവിടുത്തെ. അങ്ങനെ അത് കഴിഞ്ഞ് കോർബ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ, അവിടെ ചെന്ന് അവിടുത്തെ വികാരി അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു മലയാളി അച്ഛൻ ഇതേമാതിരി
അച്ഛനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്യാനാണ് വന്നേക്കണത്, ഈ ജോലിയൊക്കെ അങ്ങനെ നടന്നോളും. അച്ഛനിപ്പോൾ ഒന്നും മനസ്സിലാവണില്ല, ഈ അൽമായന് പിന്നെ എന്ത് പരിപാടിക്കാണാവും. അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് വചനം പടപ്പടേ നിങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പേപ്പറൊക്കെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഞാനിനി ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇവിടെ കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ, ഞാൻ അച്ഛനെ സഹായിക്കാം. അപ്പോൾ അച്ഛൻ ശരി എന്ന് പറഞ്ഞു. അച്ഛൻ അത്ര തൃപ്തിയൊന്നും ആയിട്ടില്ല അച്ഛന്, എന്നാലും ഇപ്പം എന്ത് പറയാൻ പറ്റും, ഒരു അൽമായനല്ലേ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വന്ന് പോന്നപ്പോൾ പെട്ടെന്ന് ഞാൻ മുട്ടുകുത്തി അച്ഛനൊന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ എനിക്ക് തരണ ആ അഭിഷേകം ഡബിൾ മടങ്ങ് അച്ഛനിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛന് മേലേക്ക് ഇങ്ങനെ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടണത് എനിക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അച്ഛന് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മാസം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അച്ഛൻ പഴയമായിട്ടില്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്ത് പറ്റി? അച്ഛൻ പറയാണ്, അന്ന് ബ്രദറിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതോടെ എനിക്കെന്തോ സംഭവിച്ചു. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച കാര്യം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാന്ന് പറഞ്ഞ് ടെലിഗ്രാം വന്ന് ഞാൻ വേഗം നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അസുഖമൊക്കെ മാറി. ഞാൻ ചെന്നപ്പോഴേക്കും ഏതായാലും നാട്ടിൽ വന്നാലെന്ന് ചോദിച്ച് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ മിറ്റമടിക്കണ ഒരു നമ്മുടെ നാട്ടിലൊക്കെ പുലക്കള്ളി എന്ന് പറയും, പുലക്കള്ളി എന്ന് പറയും. ആ പുലക്കള്ളി ഒരു മിറ്റമടിക്കുന്ന ആ ചേട്ടത്തി വന്നിട്ട് അച്ഛനോട് പറയാണ്, അതേ അച്ഛൻ ആ പോട്ടയിൽ പോയൊരു ധ്യാനം കൂടിയേ. ആര് പറയുന്നു? ഈ മിറ്റമടിക്കണ ആ സർവൻ്റ് പറയാണ്. എന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ